മാത്രം പ്രാർത്ഥിക്കണം. ഇവർ പറഞ്ഞ് അള്ളാഹിനോടല്ലാതെയും പ്രാർത്ഥിക്കാം, അള്ളാഹുവോടല്ല പ്രാർത്ഥിക്കൽ അത് കുഴപ്പമുള്ള കാര്യമല്ല, പറ്റും എന്നാണ്. അതിന് നമ്മൾ മുസ്ലിയാർ പറഞ്ഞൊരു ന്യായീകരണം എന്താണ്? നിങ്ങൾ ചായ കുടിക്കുന്ന ആളോട് നിങ്ങൾ എന്ത് ചെയ്യാണ്? കള്ള് കുടിക്കുകയാണ് എന്ന് പറയാണ്. എന്നിട്ട് അയാൾ കള്ളുടനാണ് എന്ന് പറയുന്നു. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതുപോലെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു, നിങ്ങളത് പ്രാർത്ഥനയാക്കുന്നു, അങ്ങനെ ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് ആരോപിക്കുകയാണെന്ന് പറയുന്നു. എന്നാൽ ഒരു ഉദാഹരണം പറയാം. മമ്പുറം തങ്ങളുടെ മക്കാമിൽ ചെന്നുകൊണ്ട് ഒരു മനുഷ്യൻ തങ്ങളെ എൻ്റെ രോഗം മാറ്റണേ എന്ന് പറയുന്നു, തങ്ങളെ എൻ്റെ കുട്ടിയുടെ അസുഖം മാറ്റണേ എന്ന് പറയുന്നു, അല്ലെങ്കിൽ തങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കണേ എന്ന് പറയുന്നു. ആ മനുഷ്യൻ ചെയ്യുന്നത് പ്രാർത്ഥന അല്ല എന്നാണോ? കേവലം സഹായത്തേട്ടമെന്നോ ഇസ്തിഗാഥ എന്നോ പേരിട്ടത് കൊണ്ട് അത് പ്രാർത്ഥനയാകാതിരിക്കുമോ? ഇവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങൾ പരിശോധിച്ചോളൂ. നുസ്രത്തുൽ അനാം എന്ന് പറയുന്ന സംസ്ഥാന സുന്നി അവരുടെ പ്രസിദ്ധീകരണത്തിൽ പറയുന്നൊരു ഭാഗം ഞാൻ വായിച്ചു തരാം, കേട്ടോളൂ. സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാഥ ബ്രാക്കറ്റിൽ കൊടുക്കുന്നു പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. എന്താണ്? സുന്നികൾ മഹാന്മാരുടെ മഖ്ബറകൾ സന്ദർശിക്കുമ്പോൾ അവരോട് നേരിട്ട് ഇസ്തിഗാഥ പിന്നെ ബ്രാക്കറ്റ് കൊടുക്കുകയാണ് പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അപ്പോ ചായ കുടിക്കുന്ന ചായയെ കള്ള് എന്ന് പറഞ്ഞിട്ടില്ല, കള്ളിനെ പറ്റി തന്നെയാണ് കള്ളെന്ന് പറഞ്ഞത്. കള്ള് കുടിക്കുന്ന ആളെ പറ്റിയാണ് അയാൾ